ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എയർപോർട്ടിൽ ഇരിക്കുവാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ കുറച്ച് പുണ്യസ്ഥലങ്ങൾ ഒന്ന് സന്ദർശിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ ഹസ്ബൻഡും കൂടെ, ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് സിസ്റ്ററിലെ ഹസ്ബൻഡും കൂടെ കൂട്ടി ഞങ്ങൾ ആദ്യം പോകുന്നത് കാശിക്കാണ്. അപ്പം ഞങ്ങൾ വന്ദേ ഭാരതിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ട്രെയിൻ വരുമ്പോൾ ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറി കാശിയിൽ പോയി റൂം എടുത്ത് അവിടെ കാശി വിശ്വനാഥൻ ഭഗവാനെയൊക്കെ ദർശിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. അപ്പം നമുക്ക് നോക്കാം വന്ദേ ഭാരത് വരാറായെന്ന്. ഞങ്ങൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഡൽഹി എയർപോർട്ടിൽ ചെന്നിറങ്ങി അവിടുന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഞങ്ങൾ വന്ദേ ഭാരതിന് കയറിയാണ് കാശിക്ക് പോകുന്നത്. ക്ലിയറായിട്ട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ട് തിരിഞ്ഞു പോയി കേട്ടോ. വന്ദേ ഭാരത് വരുന്നതേ ഉള്ളൂ, പക്ഷെ ഞാൻ അതിനു മുമ്പ് കയറിയിരുന്ന വീഡിയോ ഇട്ടു. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമല്ലോ അല്ലേ. ചൂടെന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന ചൂടാണ് കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് ചെല്ലുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾക്ക് അറിയാൻ പറ്റും. ഞങ്ങൾ കയറുന്ന പങ്കപ്പാടൊക്കെയാണ്. അപ്പം നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അതൊക്കെ കിട്ടി ഞങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് ഇറങ്ങി. കാശിയിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നല്ല വെയിലാണ് അവിടെ കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടാണ്. നമ്മൾക്ക് തോന്നും നമ്മുടെ ദേഹത്തെ സ്കിന്നൊക്കെ അങ്ങ് ഉരിഞ്ഞു പോയി. അപ്പം അവിടെ ഇത് ഞങ്ങൾ പോകുന്നത് വൈകിട്ട് കാശിയിലെ ഗംഗാ തീരത്തുള്ള ആരതി കാണാൻ വേണ്ടി ബോട്ട് ഹയർ ചെയ്യണം. എന്നിട്ട് നമ്മൾ ബോട്ട് ഹയർ ചെയ്തിട്ട് അതിൽ കയറി അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി അടിക്കാം. അപ്പം അവിടെ ഒരു മനുഷ്യനുണ്ട്, ആ ആളെല്ലാം ഈ ആൾ, ആ പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഹരിചന്ദ്രൻ മഹാരാജാവിൻ്റെ എന്തോ സംഗതികളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആൾക്കാരെ കത്തിക്കുന്ന സ്ഥലം, ഗംഗാതീരത്ത് ആൾക്കാരെ മറവ് ചെയ്യുന്നുണ്ട്, ആ സ്ഥലം കാണിക്കുന്നുണ്ട്. അങ്ങനെ സൈഡിലുള്ള എല്ലാ കഥകളും പറഞ്ഞ് നമ്മൾ വൈകുന്നേരം 6 മണിക്ക് ആണെന്ന് തോന്നുന്നു ആരതി കാണാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾക്ക് ഈ ബോട്ടിൽ തന്നെ ഇരുന്നാൽ മതി, നമ്മൾ കരയ്ക്കിറങ്ങി നടന്നു പോവുകയൊന്നും വേണ്ട. അപ്പം ഈ ബോട്ട് അവരവിടെ കൊണ്ട് ആരതി നടത്തുന്ന സ്ഥലത്ത് അടുപ്പിക്കും. നമ്മൾ അതിനകത്തിരുന്ന് ആരതി കാണും. നമ്മൾ ഓർക്കും നമ്മളുടെ ബോട്ട് മാത്രമേ ഉള്ളൂ, അല്ല. ഉള്ള ബോട്ടുകളെല്ലാം സമയമാകുമ്പോൾ വരും. അവസാനം ബോട്ടുകളെല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയാണ്. ഇതൊക്കെ അവർ മാനേജ് ചെയ്യും. എല്ലാ ബോട്ടും അവിടെ കെട്ടിയിടും. എല്ലാവർക്കും ആരതി കാണാനുള്ള സൗകര്യം അവരൊരുക്കി തരും. അങ്ങനെ നമ്മൾക്ക് വളരെ ഭംഗിയുള്ള ആരതി കാണാനായിട്ടുള്ള പോക്കാണ്. അപ്പോൾ ഗംഗാ നദിയിൽ കൂടിയുള്ള ആ പോക്കാണ്. ഇപ്പോൾ നല്ല നീറ്റാണ്, നല്ല നീറ്റായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഒരു സൈഡ് മുഴുക്ക ഇങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ പുള്ളി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾക്കെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റും, നല്ലതുപോലെ അറിയാനുള്ള ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പം എത്ര പോയാലും നമ്മൾക്ക് മതിയാവില്ല. എന്നാൽ തന്നെ ഒന്ന് പോകുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. നമ്മൾ അമ്പലത്തിൽ ദർശനം നടത്തിയിട്ടില്ല. അമ്പലത്തിൽ പുള്ളി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ് ആ സൈഡിലുള്ളതൊക്കെ എന്താണെന്നൊക്കെ. വളരെ വൃത്തിയായിട്ടാണ് വെള്ളം കിടക്കുന്നത്, കണ്ടില്ലേ? ഇത് ഹരിചന്ദ്ര ദർശനം. ഈ വീഡിയോ ഞാൻ ടേൺ ചെയ്താൽ നോക്കിയിട്ട് പറ്റുന്നില്ല. അത് കാരണമാണ് ഇതിങ്ങനെ വരുന്നത്. പുള്ളി ഞങ്ങളോട് പറയുവാണ് തൊഴണം, വെള്ളമെടുത്ത് കുടയണം എന്നൊക്കെ പറയുവാണ്. പുള്ളി ഞങ്ങൾക്ക് അവിടുന്ന് വെള്ളമെടുത്ത് തന്നു. അത് നമ്മൾ ദേഹത്തൊക്കെ കുടയണമെന്ന് ചെയ്യണമെന്ന് അവിടെ. അപ്പം നമ്മൾക്കൊന്നും അറിയാത്ത സംഭവം ആയതുകൊണ്ട് അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. പണ്ടൊക്കെ പകുതി കത്തിച്ചിട്ട് പകുതി വെള്ളത്തിലിടുമായിരുന്നു.
ഒരു ബോട്ട് 2 പേരാണുള്ളത്. നമ്മൾക്ക് ഇതൊക്കെ ഇട്ട് തരും, ജാക്കറ്റൊക്കെ തരും. ബോട്ട് നമ്മൾക്ക് സേഫ് ആയിട്ട്. പിന്നെ അതിന്റെ സൈഡിലൊക്കെ ഷോപ്പിംഗ് പ്ലേസ് ഒക്കെ ഉണ്ട്. അപ്പൊ വേണ്ടിയവർക്കൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാം. എപ്പോഴും ബോട്ടിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് തന്നെ ഒരു പാടായത് കാരണം ഞങ്ങൾ അങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോയിട്ട്. നമ്മൾക്ക് സൂര്യൻ അസ്തമിക്കുന്നത് കാണാം. ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ആദ്യത്തെ ദിവസമാണിത്. ഫസ്റ്റ് ദിവസം നമ്മൾ കാശിക്കാണ് പോകുന്നത്. പുള്ളി ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചായ കുടിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു കടയിൽ കൊണ്ടുപോയി. അപ്പം അവിടുത്തെ ചായ തരുന്നത് ഈ മണ്ണിൻ്റെ ഗ്ലാസ്സിലാണ്. ഗ്ലാസ്സിലാണ് ചായ. അതിൻ്റെ ആരതി കാണാൻ വേണ്ടി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ബോട്ടിൽ കയറി ആരതി കാണാൻ വേണ്ടി എല്ലാ ബോട്ടും ഇങ്ങനെ അടുപ്പിച്ച് കെട്ടിയിട്ടേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ തിരിഞ്ഞു വരും. ആരതി കുറച്ച് ദൂരെയാണ്, കരയിലാണ്. നമ്മൾ കിടക്കുന്നത് വെള്ളത്തിലാണ്. അവിടുത്തെ പണ്ഡിത്തുകളെല്ലാം പൂജ ചെയ്യാനായിട്ട് റെഡിയായി. ഇതൊക്കെ ഫോട്ടോസാണല്ലോ, സ്റ്റില്ല. അവർ പൂജ ചെയ്യുവാണ്. ഞങ്ങൾ കുറച്ച് സ്നാപ്സ് എടുത്തു. പൂജയ്ക്ക് ശേഷം ഇങ്ങനെ ആരതി കൊണ്ടുവന്ന് നമ്മൾക്ക് തരും. ആൾക്കാർ കൊണ്ടുവന്ന് നമ്മൾക്ക് തൊഴാൻ തരും, നമുക്ക് തൊഴാൻ വേണ്ടി തരും. ഇപ്പം ആരതി കണ്ടില്ലല്ലോ, പണ്ഡിതന്മാരെല്ലാം ആരതി ചെയ്യുവാണെങ്കിൽ. ആരതി വളരെ ഫേമസ് ആണ്. ആരെങ്കിലും കാശിക്ക് പോവുകയാണെങ്കിൽ വൈകുന്നേരമുള്ള ഗംഗ ആരതി മറക്കാതെ കാണാൻ വളരെ നല്ലത്. എല്ലാ സ്ഥലത്തും ഉണ്ട്. കാശിയുണ്ട്, അയോധ്യയിൽ ഗംഗാ നദിയല്ല, വേറെ ഒരു നദിയുടെ കരയിലാണ് ആരതി ഉള്ളത്. സരയൂ നദിയുടെ. പിന്നെ അയോധ്യ ഹരിദ്വാറിലുണ്ട്, ഋഷികേശിലുണ്ട്, എല്ലായിടത്തും ആരതിയുണ്ട്. അപ്പം എല്ലായിടത്തും കൂടെ കാണാൻ പറ്റിയില്ലെങ്കിലും പോകുമ്പം ഒരിടത്തെ ആരതി കാണുക. ഞങ്ങൾ ഈ ഒരു ആരതി മാത്രമേ കാണൂ. എല്ലാ ബോട്ടും കണ്ടില്ലേ കെട്ടിയിട്ടേക്കുന്നേ. എല്ലാ ബോട്ടിലെ ആൾക്കാർ ആരതി കണ്ട ശേഷം അവർ 1 by 1 ആയിട്ട് ഓരോ ബോട്ടും അഴിച്ചു വിട്ടിട്ട് നമ്മൾക്ക് പോകാൻ പറ്റും. പിന്നെ നമ്മൾക്ക് അവിടെ ഒരു ചട്ടിക്കകത്ത് കത്തിക്കാൻ കിട്ടും. അപ്പം നമ്മൾ അവിടുത്തെ ആരതി കഴിയുന്ന ഉടനെ നമ്മൾക്കത് കത്തിച്ച് ഈ നദിയിലോട്ട് ഒഴിക്കും. ദീപം കത്തിച്ച് നമുക്ക് നദി. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം കാശിക്ക് കൊണ്ടുപോയി കാശിയിലെ ഗംഗ ആരതി കാണിച്ചില്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു ബെല്ലൈക്കണുണ്ട്, അത് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന സിമ്പൽ പ്രസ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കണിൽ ഓളും പ്രസ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ, സി യു.